ആഴങ്ങളിൽ കടലിന്റെ ആഴങ്ങളറിഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് കൊല്ലം നീണ്ടകര സ്വദേശി ജോസഫ്. മത്സ്യബന്ധന സമയത്ത് ദൈവികമായ നിരവധി അനുഭവങ്ങൾ ജോസഫിന് ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ആഴിയിൻ ആഴങ്ങളിലൂടെ ജോസഫ്. ആഴിയിൻ ആഴങ്ങളിൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് എന്നാണ്. കൊല്ലം ജില്ലയിൽ നീണ്ടകരയാണ് സ്ഥലം. ഞാൻ 1972 തൊട്ട് മത്സ്യബന്ധനത്തിന് പോവുകയാണ്. ഇപ്പോൾ 64 വയസ്സുണ്ട്. ഇപ്പോൾ ഞാൻ മത്സ്യബന്ധനത്തിനാണ് പോകുന്നത്. ഞാൻ ആദ്യം തൊട്ട് ഫസ്റ്റിലെ ചെറുവള്ളത്തിൽ കായലിൽ മത്സ്യബന്ധനം തുടങ്ങിയാണ് മത്സ്യബന്ധനം ആരംഭിച്ചത്. ആഴിയിൻ ആഴങ്ങളിൽ. എൻ്റെ വീട്ടിലെ 11 മക്കളാണ് എൻ്റെ അപ്പനും അമ്മയും. അതിൽ മൂത്തത് എനിക്കൊരു സഹോദരിയായിരുന്നു. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ 6ാം സ്റ്റാൻഡേർഡിൽ 1971 പഠിത്തം നിർത്തി. 72 തൊട്ട് ഞാൻ മത്സ്യബന്ധനത്തിന് കായലിൽ വള്ളത്തിൽ ചെറുമത്സ്യബന്ധനത്തിന് വേണ്ടിയാണ് തുടക്കം വെച്ചത്. അപ്പോൾ അവിടുന്ന് പിന്നെ മേപ്പോട്ട് കടലിൽ പോകാൻ തുടങ്ങി. വള്ളത്തിൽ പോയി മത്സ്യബന്ധനത്തിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കടലിൽ പോകാൻ തുടങ്ങിയപ്പോൾ കാറ്റും മഴയും ദുരന്തങ്ങളൊക്കെ തോനെ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ദൈവത്തിനെ വിളിച്ച് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമുക്കൊരാപത്തും വരാതെ പല പ്രാവശ്യങ്ങളും നമ്മൾ വന്നിട്ടുണ്ട്. കടലിൽ ഇവിടെ ഒരുപാട് ജനങ്ങൾ മരിച്ച ദുരന്തമുണ്ടായി. അന്നേരവും നമ്മൾ വെച്ച് പിന്നെ ജൂൺ 15 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആയിരക്കണക്കിന് ആളും ബോട്ടും ഒക്കെ പോയതാണ്. ആ സമയത്തുമൊക്കെ നമ്മൾ മത്സ്യബന്ധനത്തിന് പോയതാണ്. ഇപ്പോഴും നമ്മൾ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ട് ജൂൺ 15 രാത്രി 1 മണിക്ക് ഞാൻ ഫിഷിംഗ് ബോട്ടിൽ കടലിൽ പോയി. 2-3 മണിക്കൂർ കടലിൽ ബോട്ട് ഓടി പണിക്ക് പോയി വലയെടുത്തപ്പോൾ ഒരു വല്ലാത്ത പ്രകൃതി പോലെ തോന്നി. അപ്പോൾ ബോട്ടിൽ അന്ന് എന്നെക്കാട്ടി പ്രായമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, മകനെ നീ ബീലോസിൽ ചെന്ന് ബോട്ട് ഓടിക്കുന്ന ആളുടെ അടുത്ത് പറ, ഇനി ബോട്ട് ഓടിക്കല്ലോ, ഇന്നെന്തോ കടലിനെന്തോ വശക്കേട് സംഭവിക്കാൻ പോയാണ്. അപ്പോൾ കപ്പൽ പടിഞ്ഞാറൂടെ പോയി ഒരു അലാറം വീണ്. അലാറം വെച്ച് പോയി. അപ്പോഴേ മനസ്സിലായി. ആ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, കടലിനെന്തോ. അപ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വല ഇടിച്ചില്ല. ഞാൻ ചെന്ന് സ്രാങ്കിൻ്റെ അടുത്ത് പറഞ്ഞ് വലയിടലും ബോട്ട് ഓടിക്കാൻ പറഞ്ഞു. ബോട്ട് തെക്കോട്ട് ഓടിച്ച് ഒരു 3.5-4 മണിക്കൂർ ഓടിച്ചിട്ട് അഴിക്കകത്ത് കയറാനെത്തില്ല. അങ്ങനെ ഒരുപാട് ദേഹപ്പെട്ട് ദൈവത്തിനെ വിളിച്ച് എല്ലാവരും നിലവിളിച്ച് കംപ്ലീറ്റ് ആളും കിടന്ന് ബാബിട്ട് പുണ്യാളോ മാതാവി എന്നൊക്കെ നിലവിളിച്ച് ലാസ്റ്റ് ഞാൻ എല്ലാവരെയും സമാധാനപ്പെടുത്തി. ആരും നിലവിളിക്കേണ്ട, ദൈവം നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യാളുടെ മണ്ണിൽ നമ്മളെ കൊണ്ടുപോയി നമ്മളെ രക്ഷപ്പെടുത്തും. അങ്ങനെ ഓടി വന്നപ്പോൾ തൊട്ട് പുറകെ 1-2 ബോട്ട് കടലിന് കമന്ന് ആളിലൊക്കെ മേളിൽ കിടക്കുന്ന കണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ടാണ് അന്ന് കര വന്ന് രക്ഷപ്പെട്ട് പുണ്യാളൻ നമ്മളെ കാത്ത് രക്ഷിക്കൂ. പിന്നെ അതിനുശേഷം കടലിൽ പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളന്നും അത്രയൊക്കെ ഭയന്ന് ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ടാണ് നമ്മൾ കര വന്നത്. ആഴിയിൻ ആഴങ്ങളിൽ. ഇപ്പോഴും നമ്മൾക്ക് കടലിൽ പോകുമ്പോൾ പിന്നെയും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ലോകം മൊത്തം അറിയുന്നൊരു സംഭവമായിരുന്നു ജൂൺ 15. അതുപോലെ തന്നെ ഓഹിക്കാറ്റടിച്ച് അന്നത്തെ ദിവസവും രാത്രി 12:30 മണി സമയത്ത് ഞങ്ങൾ കടലിൽ വല വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ കാറ്റും മഴയും പോലൊക്കെ തോന്നി. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ബോട്ടിലായിരുന്നു പോയത്. സുഹൃത്ത് പറഞ്ഞ്, നമുക്ക് ബോർഡും വലയൊക്കെ കൊത്തിക്കളഞ്ഞ് രക്ഷപ്പെടണം അച്ചാച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, നീ പേടിക്കാതെ, പുണ്യാളൻ്റെ മണ്ണിൽ വന്നല്ലേ, നമ്മളൊരു സാധനവും നഷ്ടപ്പെടുത്താതെ നമ്മൾ രക്ഷപ്പെടും. അതിന് അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, നീ വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ദൈവം നമ്മളെ കാത്തുരക്ഷിക്കും. പുണ്യാളുടെ സഹിതം ഞാൻ
ഇന്നേ വരെ കടലിൽ വന്നൊരു ആപത്ത് എനിക്ക് ഒരുപാട് ആപത്തുകളിൽ നിന്ന് നമ്മൾ ഒരുപാടൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ ഇത്രയും വർഷം പഴക്കമുണ്ട് പണിക്ക് പോയിട്ട്, എല്ലാത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് കര വന്നു. അന്നും ദൈവത്തിൻ്റെ ഒരു കൃപയാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുമ്പോൾ ഒരു ബോട്ട് കടലിന് പോയേച്ച് വന്ന വഴിക്ക് ബോട്ട് താന്ന് കമന്ന് പോയി. എല്ലാവരും അതിൽ നിന്നും 6 തൊഴിലാളികളായിരുന്നു ഞങ്ങൾ, 6 പേരും അതിൽ നിന്നും രക്ഷപ്പെട്ടു. ഞാനൊരു 28-30 വർഷങ്ങൾക്ക് മുമ്പ് ഫിഷിംഗ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 7 തൊഴിലാളികളായിരുന്നു പണിക്ക് പോയത്. ആകപ്പാട് അന്ന് ഇവിടെ റോളിംഗ് നിരോധനം പ്രഖ്യാപനമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലായിരുന്നു. ഞങ്ങൾ പോയി ബോട്ട് തിരിച്ചു വന്ന് ആകപ്പാട് ഇവിടുന്ന് 4 ബോട്ടാണ് പോയത്. അതിൽ 4 ബോട്ട് കൂട്ടത്തിൽ ഒരു ബോട്ട് ഞാൻ പണിക്ക് പോയ ബോട്ടായിരുന്നു. ബോട്ട് തിരിച്ചു വന്നപ്പോൾ ആഴിയുടെ 2 മുട്ടിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടിക്കിടക്കുക, ബോട്ടല്ല താരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ബോട്ട് കടലിന് വീണ് ഓടി ചരിഞ്ഞ് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യങ്ങളെല്ലാം കഴിയിറങ്ങിപ്പോയി. അന്നേരവും ഞങ്ങളാരും വെള്ളത്തിൽ പോയില്ല. എല്ലാവരും പിടിച്ച് ബലമായിട്ട് നിന്നോളം പറഞ്ഞ് ബോട്ട് ഓടി. മാതാവിയെ പുണ്യാളമെന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ താമസിക്കുന്ന നാട്ടിലെ ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി പുണ്യാളനാണ് ഞങ്ങളുടെ എല്ലാവരെയും ഒരു വിശ്വാസമുള്ളത്. പുണ്യാളനെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് പുണ്യാള ഞങ്ങൾ പുണ്യാളുടെ മണ്ണിൽ കരയെത്തിക്കണേ, പുണ്യാളുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ പോയതാണ് എന്നും പറഞ്ഞ് പുണ്യാളിനെ വിളിച്ച് ആ ബോട്ട് എൻ്റെ സഹോദര അനിയന്മാരും അപ്പനും അമ്മയും എല്ലാവരും മുട്ടിൻ്റെ പുറത്ത് നോക്കി നിൽക്കുക തന്നെ. ഇതൊക്കെ ഇത്രയൊക്കെ സംഭവിച്ച് ഓടി ബോട്ട് രക്ഷപ്പെട്ട് ഞങ്ങൾ കര വന്നു. അപ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മ പറഞ്ഞ് ഇനി നീ കടലുള്ളപ്പോൾ ഒന്നും ബോട്ടിൽ പോയിക്കൂടാ. ഞാൻ എൻ്റെ കുടുംബത്ത് മൂത്തവനാണ്. എൻ്റെ കുടുംബത്തിന് ഞങ്ങൾ 11 മക്കളതിൻ്റെ ഒരു കഷ്ടപ്പാടിലൊക്കെ ജീവിച്ചതാണ്. അപ്പോൾ അതിൽ ഞാൻ ജോലി ചെയ്താണ് ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിനെ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പേര് ഞാൻ കടലും കാറ്റും ഉള്ളപ്പോൾ പോയാൽ എൻ്റെ അപ്പൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു മോൻ കടലൊന്നും ഉള്ളപ്പോൾ പോകലും മോൻ അന്തരീക്ഷം. അപ്പം ഞാൻ പലപ്പോഴും ബോട്ട് പോകുന്ന സമയത്ത് ബോട്ടിൽ പോയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വെളുപ്പിനെ ഇറങ്ങുമ്പോൾ പറയും അമ്മാമ്മ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അമ്മാമ്മ എന്നെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കും മോൻ എവിടെ പോകുന്നു. അപ്പോൾ ഞാൻ പറയും ഞാൻ ബോട്ടിൽ പോയല്ല, ഞാൻ ചുമ്മാതെ അങ്ങോട്ട് ഇന്ന് തെക്കോട്ട് പോയിച്ച് വരാം എന്നും പറഞ്ഞ് പോയച്ച് ചെന്നേച്ച് ഞാനങ്ങ് ബോട്ടിൽ പോകും. കാര്യം നമ്മുടെ വീട്ടിൻ്റെ ബുദ്ധിമുട്ട്. എനിക്ക് താഴെ 9 സഹോദരങ്ങൾ, എനിക്ക് മൂത്തൊരു സഹോദരീനെ വിവാഹം കഴിച്ച് വിട്ടതിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് എൻ്റെ അപ്പൻ അന്നൊരിച്ചിരി വെള്ളവടിയും കാര്യമൊക്കെ ആയിട്ടാണ് വീടുമായിട്ട് വലിയ വീട്ടിൽ എല്ലാവരെയും നോക്കുന്ന ഇത്രയും മക്കളെ നോക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ആദ്യത്തെ ജോലിക്കാരനായിട്ട് വീട്ടിൽ വന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വെച്ച് ഞാൻ കടലിൽ പോകണം എന്നുള്ളൊരു വിചാരം. അന്നൊക്കെ എനിക്ക് ഭയങ്കര മനധൈര്യമായിരുന്നു. അന്നൊക്കെ അന്നേരം എനിക്ക് ഭയങ്കര ധൈര്യമാണ്, പണിക്ക് പോകണം, കാശ് കിട്ടണം. അന്നൊക്കെ ഇന്നിപ്പോൾ 10,000 രൂപ കിട്ടുന്നിടത്ത് അന്ന് ചിലപ്പം 1000 രൂപ അല്ല ചിലപ്പോൾ 500 രൂപ ആയിരിക്കും. 500 രൂപ കിട്ടിയാലും അന്ന് നല്ല വിലയുള്ള കാലഘട്ടമാണ്. ഞാൻ അതിൽ നിന്ന് ചിലപ്പോൾ 100 രൂപ കിട്ടും. 100 രൂപ കിട്ടിയാൽ ഞാൻ അതിൽ നിന്ന് 5 രൂപ എടുക്കും. 5 രൂപ എടുത്തുകൊണ്ട് ഞാൻ ബാക്കി 95 രൂപ എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. വീട്ടിലെ ബുദ്ധിമുട്ടും വീട്ടിൽ എനിക്ക് താഴെ 11 പേരുള്ളതല്ലേ, അപ്പോൾ അവരെയൊക്കെ കാര്യങ്ങളെല്ലാം വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. 5 രൂപയൊക്കെ എടുത്താൽ അന്ന് ഒരു സിനിമയും ഒക്കെ കണ്ട് ഒരു അന്നത്തെ ചായ കുടിയൊക്കെ നടക്കും 5 രൂപ എടുത്ത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പോയി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് തീർത്തും പിന്നെ വീട്ടിൻ്റെ ബുദ്ധിമുട്ടനുസരിച്ച് ഞാൻ ബോട്ടിൽ സ്രാങ്കാട്ടൊക്കെ പോയി. ഞാൻ ബോട്ട് പോകാൻ തുടങ്ങി. ഞാൻ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഫിഷിംഗ് ബോട്ടിൻ്റെ കംപ്ലീറ്റ് പണികളും ഞാൻ കാണാപ്പോടും പോലെ പഠിച്ചു. ഇതിനിടയ്ക്ക് വീശുവലയുടെ പണി വീശാൻ പോയി, വീശു പഠിച്ചു. അതൊക്കെ എൻ്റെ അപ്പൻ തന്നെ സ്വന്തമായിട്ട് വീശുവല എനിക്ക് കെട്ടിത്തന്ന് വീശു പഠിച്ചു. അതിൽ നിന്നും വീശാൻ പോയി എനിക്ക് കാശൊക്കെ കിട്ടി. എൻ്റെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് വീശാൻ പോവും, ബോട്ട് പോകാത്തപ്പോൾ വീശാൻ പോവും, വീശി കിട്ടും, കാശ് കിട്ടും. അന്ന് ആ കാലഘട്ടത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 200 രൂപയൊക്കെ വീശി കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് വീട്ടിൽ വലിയ കാര്യം പോലെ. ഒരുപാട് ത്യാഗങ്ങൾ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ അപ്പനും അമ്മയും വളർത്തിയത്. അപ്പൻ വളർത്തി, പിന്നെ ഞാൻ ജോലിക്കാരനപ്പോൾ ഇങ്ങനെ അന്ന് 100 രൂപ 200 രൂപയൊക്കെ കൊണ്ടുവന്ന് കൊടുത്താലും വീട്ടിലെ കാര്യങ്ങൾ സുഭിക്ഷമായിട്ട് നടക്കും. ഇത്രയും മക്കൾക്ക് അമ്മ വെച്ച് വിളമ്പണ്ടായോ. അതിൻ്റെ ഒരു ഞാനും കൂടെ ഒക്കെ അപ്പൻ ജോലിക്ക് അപ്പൻ്റെ കൂടെയൊക്കെ ഞാൻ ബോട്ടിൽ, അപ്പൻ അന്നത്തെ ശ്രാങ്കായിരുന്നു. ശ്രാങ്കായപ്പോൾ അപ്പൻ്റെ കൂടെയൊക്കെ ഞാൻ ബോട്ടിൽ പോയി. ഞങ്ങൾ ഇവിടുന്ന് കൊച്ചിയിൽ വിട്ടുപോയി ബോട്ട് അപ്പൻ്റെ കൂടെ. അവിടെ അന്ന് കുറഞ്ഞ ബോട്ടേ ഉള്ളൂ. അപ്പൻ്റെ കൂടെ ബോട്ടിൽ കയറി കൊച്ചിയിൽ പോയി 2 ദിവസം ബോട്ട് കാണാതെ കടലിൽ കിടന്ന്, കര വരാതെ കടലിൽ കിടന്ന് അവിടെ നിന്ന് ഇവിടെ വിളിച്ച് പറഞ്ഞു
ബോട്ട് വന്നിട്ടില്ല, റിപ്പയറായിട്ട് കടലിൽ കിടക്കുക, എഞ്ചിൻ കംപ്ലൈൻ്റായി കിടക്കുകയാണെന്ന് പറഞ്ഞ്. അങ്ങനെ വീട്ടിലൊക്കെ ഭയങ്കര ബഹളമൊക്കെ ആയി. പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങളെ വേറെ ബോട്ടുകാർ വന്ന് കെട്ടി വലിച്ച് കര കൊണ്ടുവന്ന് ഞാൻ അന്ന് രാത്രി തന്നെ അപ്പം പറഞ്ഞ് മോൻ വീട്ടിൽ പോകും, വീട്ടിലൊക്കെ പ്രശ്നമായി. ഇവിടെ വരുമ്പോൾ വീട്ടിൽ ഭയങ്കര നിലവിളിയും പടവിളിയൊക്കെ ആയിട്ട് കിടക്കുക. അങ്ങനെ ഒന്നും ഇവിടെ വന്നു. പിന്നെ ആ രീതി കൊണ്ട് അന്ന് തൊട്ട് തന്നെ ഞാൻ ഫിഷിംഗ് ബോട്ടിൽ നല്ലൊരു കടലിൽ പോക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ നല്ല ഉഷാറുള്ള ഒരാളായിട്ട് ഞാൻ ശ്രാങ്കാട്ടൊക്കെ പോയി, ഡ്രൈവറായിട്ടൊക്കെ പോയി വർഷങ്ങൾ ഇങ്ങനെ താണ്ടിക്കൊണ്ടിരിക്കുക. ഇന്നും നമുക്കതിനകത്തുനിന്നൊരു മെച്ചം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ മത്സ്യബന്ധനത്തിന് ഇപ്പം പോയാൽ പിന്നെ കടലിൽ ഞാൻ പോയി മരിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് ദുരന്തങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാത്തിനും എന്നെ ദൈവം, ഞാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുണ്യാളാ ഞാൻ കടലിൽ പോയാണ് എന്നെ കാത്തുരക്ഷിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കണം. അത് കണക്ക് തന്നെ ബോട്ടിലായാലും വള്ളത്തിലായാലും കയറുമ്പോൾ കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യം വലത്തെ കാലെടുത്ത് ഞാനെടുത്ത് വെക്കുമ്പോൾ തൊട്ടും കൊണ്ട് പുണ്യാളാ എന്നെ ഒരാപത്തും കൂടാതെ എനിക്കരിയുടെ കാശുമായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കണം എന്നും പറഞ്ഞാണ് ഞാൻ കയറുന്നത്. അത് ഇന്നും ഇപ്പോഴും ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ എനിക്ക് 52 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് മത്സ്യബന്ധനവുമായിട്ടുണ്ട്. എങ്കിലും ഞാൻ മത്സ്യബന്ധനം ഇപ്പോഴും നിർത്തിയില്ല. എനിക്ക് 64 വയസ്സുണ്ട്, ഞാൻ നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആപത്തുള്ള കാലം ഇത്രയും കടലിൽ മത്സ്യബന്ധനത്തിന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് മത്സ്യത്തിൻ്റെ ഒരു ശകലമെങ്കിലും ഇല്ലാതെ എനിക്കിപ്പോഴും ഭക്ഷണം കഴിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. ഇപ്പോഴും ബോട്ടിൽ പോകുന്നതിന് ഞാൻ 10, 30, 35 വയസ്സുള്ള ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നതിനെക്കാട്ടി ഉഷാറായിട്ട് ജോലി ചെയ്യാനുള്ള മനസ്സും കാര്യങ്ങളുമൊക്കെ എനിക്കുണ്ട്. മത്സ്യബന്ധനത്തിന് ഞാൻ ഇന്നും ഇപ്പോൾ ഒരു ഫിഷിംഗ് ബോട്ടിൽ ചെന്ന് കയറിയ മുതലാളിമാരോ മറ്റു തൊഴിലാളികാരോ എൻ്റെ അടുത്ത് കുറ്റം പറയത്തില്ല. മത്സ്യബന്ധനത്തിൻ്റെ ബോട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഏത് പണിയും ബീലോസി ശ്രാങ്കാട്ട് പോകാനായാലും വലപ്പണിയായാലും വല വിടാനായാലും മത്സ്യം പറക്കാനെടുക്കാനായാലും ഒരു പണിക്കും എന്നെ ആരും പുറന്നോട്ട് നിർത്തണ്ട. എനിക്കിപ്പോൾ അതിനുള്ള ആവുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ശകലം കാഴ്ചയ്ക്കൊക്കെ വളരെ പരാജയമാണ്. ദൂരക്കാഴ്ചയൊന്നും തീരെ ഇല്ല. അങ്ങനെ കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി. പിന്നെ എനിക്ക് 3 ആൺമക്കളാണ്. എൻ്റെ കഷ്ടപ്പാട് ആലോചിച്ച് ഞാൻ എൻ്റെ മക്കളെ 3 പേരെയും മത്സ്യബന്ധനം ഏർപ്പെടുത്തി. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ ഭാര്യ എൻ്റെ ജോലിക്കാരല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 38 വർഷമായി. ഞാൻ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്നുവരെയും ഭാര്യനെ ഒരു ജോലിക്കും വിട്ടിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ 3 പേരെ ഒക്കുന്നിടത്തോളം പഠിപ്പിച്ചൊക്കെ അവരെ പുറത്തുള്ള ജോലിക്ക്, എന്നുവെച്ചാൽ കടലിൽ പോകാൻ പാടില്ല. കടൽ പണി എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കഷ്ടപ്പാടും ദുരിതവും ഒക്കെയാണ്. ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഞാൻ ഈ 64 വയസ്സിനാകുമ്പോൾ വെച്ച് ഞാൻ അനുഭവിക്കാത്ത ദുരന്തങ്ങളോ ഒന്നുമില്ല. ഒരുപാട് ദുരന്തങ്ങൾ ഈ കടലിൽ പോയി ഒരു അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളും ദുരന്തങ്ങളും, ചുഴലിക്കാറ്റും മഴയും കടലും ഒക്കെ. ഇവിടെ ഇപ്പോൾ റോളിംഗ് നിരോധനവും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ആധുനിക മീൻപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ. അതൊന്നുമല്ല, ഞാൻ പോയ കാലഘട്ടത്തിൽ പടിഞ്ഞാറൊക്കെ എത്ര പടിഞ്ഞാറും പോയി മീൻ പിടിച്ചാലും ഞങ്ങൾ സ്വന്തമായിട്ട് പിന്നെ വെള്ളങ്ങളൊക്കെ ഒന്ന് ഇപ്പം GPS എക്കോ സിലിണ്ടർ വാലക്സൊക്കെ ഉണ്ടെന്ന് പറയാം. അതൊക്കെ മീനൊക്കെ കണ്ടു വലിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം. ഞാൻ പോകുന്ന കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പോയി ബെയ്റ്റും റോപ്പും ഒക്കെ എറിഞ്ഞ് വെള്ളം അളന്ന് മത്സ്യമുള്ള കടലിൽ ചെന്ന് മീൻ പിടിച്ച് കൊണ്ടുവന്നൊരു കാലഘട്ടമുണ്ട്. ഞാൻ സ്വന്തമായിട്ട് മത്സ്യബന്ധനത്തിന് പോയി ഞാനും വേറെ ശ്രാങ്കെന്ന് പറഞ്ഞ ഒരാളുമായിട്ട് 2 പേരായിട്ട് മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ട്. അന്നൊക്കെ മനസ്സുണ്ട്, 2 പേരായിട്ട് പോകാനുള്ള ആരോഗ്യവും മനസ്സുമൊക്കെ ഉണ്ടായി. 2 പേരായിട്ട് ഈ കടലിൽ ബോട്ടിനകത്ത് ഫിഷിംഗ് ബോട്ടിൽ ആരും 2 പേരായിട്ട് പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. 2 ദിവസം ഞാൻ 2 പേരായിട്ട് മത്സ്യബന്ധനം നടത്തിയിട്ടുള്ളവനാണ്. എൻ്റെ ഇപ്പോൾ നല്ല നീളവും അന്നത്തെ നല്ല നീളവും ആരോഗ്യമൊക്കെ വെച്ച് 2 പേരായാലും പോകാനായിട്ട് നല്ല മനസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുമായിരുന്നു. 2 പേരായിട്ട് വരെ ഞാൻ മത്സ്യബന്ധനം ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ അതൊരു സന്തോഷമാണ്. 2 പേരായാലും വേറെ ആരും വന്നില്ലെങ്കിൽ പറയും, നമ്മൾ 2 പേരുകൾ എന്താ പറയുന്നത് ചോദിക്കും. ഞാൻ പറയും ഇവിടെ ധൈര്യമായിട്ട് ഇയാൾ വിട്ടോളാൻ പറയും. ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് നിന്ന് വലവാരി വിട്ട് ബീലോസി നിൽക്കുന്ന ആളും കൂടെ ഇറങ്ങി 2 പേരെ വലവാരി വിട്ട് തിരിച്ച് 2 പേരും കൂടെ വല പിടിച്ച് കയറ്റി മത്സ്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് കാശ് മേടിച്ച് കൂടെ വന്നിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം 6 പേരും കൂടെ പോയി ഒരു സ്മോളൊക്കെ അന്ന് കഴിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. സ്മോളൊക്കെ കഴിച്ചും കൊണ്ട് ഞങ്ങൾ വന്ന പിരിഞ്ഞ കൂട്ടത്തിൽ എല്ലാവരും വന്ന വഴിക്ക്
രണ്ട് പേരെ സൈക്കിളുമായിട്ട് ചവിട്ടി പോയപ്പോൾ പോലീസ് പിടിച്ചപ്പോൾ അവർക്ക് പിറ്റേന്ന് വേറെ വാടകയ്ക്കെടുത്ത സൈക്കിളായിരുന്നു. അപ്പോൾ സൈക്കിൾ ഇറക്കണമല്ലോ. അവർ പറഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി സൈക്കിൾ ഇറക്കണമല്ലോ, ഇല്ലേ വാടക സൈക്കിൾ ഇല്ലയോ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും മുടങ്ങി. അപ്പോൾ അവർ മുടങ്ങിയപ്പോൾ രണ്ടുപേർ അന്ന് വോട്ടിൽ പോകാൻ വന്നില്ല. അപ്പോൾ ഇന്നത്തെ കണക്കാന്ന് ഈ ഫോൺ സെറ്റപ്പ് ഒന്നുമുള്ള കാലഘട്ടമല്ല. അപ്പം ഞാനും ശ്രാങ്കും മാത്രമേ. ശ്രാങ്ക് എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ അനിയനാണ്, ലോറൻസ് എന്നാണ് പേര്. പുള്ളി ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. പുള്ളിയായിരുന്നു ശ്രാങ്ക്. പുള്ളി നല്ല ആരോഗ്യമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്, നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ്. ഉടനെ ഞാനും പുള്ളിക്കാരനും കൂടെ ബോട്ടിൻ്റെ അടുത്ത് രാവിലെ, അന്നത്തെ ബോട്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തുള്ള കണക്കല്ല, ചെറിയ തടി ബോട്ടുകളാണ്. ബോട്ടിൻ്റെ അടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ കളി കാണും, അത് അടിച്ച് കളയാടാ എന്നും പറഞ്ഞ് പോയി. അന്ന് ഇന്നത്തെ കണക്ക് ആധുനികമായ മിഷനറി ഒന്നുമില്ല. വെള്ളം കാലുകൊണ്ട് അടിച്ച് പറ്റിക്കും. എത്ര ദിവസം കഴിഞ്ഞാലും അടിച്ച് പറ്റിക്കണം. അത്ര അടിച്ച് കാലിനൊക്കെ പൊട്ടിയിട്ടുണ്ട്, കാലും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് വെള്ളം അടിച്ച്. അങ്ങനെ ചെന്ന് വെള്ളം അടിച്ച് കളയാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞ് മോനെ ബോട്ടുകളൊക്കെ പണിക്ക് പോകുന്നല്ലോടാ. എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അപ്പൻ്റെ കൊച്ചമ്മ ചോദിച്ചു, മോനെ നമുക്ക് പണിക്ക് പോകാൻ 2 ആളെ ഉള്ളല്ലോ, അവന്മാരാരും വന്നില്ലല്ലോടാ, എന്തോ ചെയ്യൂടാന്ന് ചോദിച്ചു. മോൻ കെട്ടടി, ബോട്ട് നമുക്ക് പോകാൻ ഒക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പുണ്യാളെയും വിളിച്ച് പോകാൻ കൊച്ചപ്പോൾ ബോട്ട് ഞാൻ കെട്ടഴിക്കാമെന്ന് പറഞ്ഞു. ബോട്ട് കെട്ടഴിച്ച് ഞാനും എൻ്റെ അപ്പൻ്റെ അനിയൻ ലോറൻസ് എന്ന് പറഞ്ഞ അയാളുമായിട്ട് ഞങ്ങൾ 2 പേരായിട്ട് പോയി. കടലിൽ കുറച്ച് പടിഞ്ഞാറ് കയറി ചെന്നപ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായ ഇരുൾ കറുത്ത് ഭയങ്കരമായ കാറ്റും മഴയും എല്ലാം കൂടെ വന്ന് ഞങ്ങൾ ബോട്ട് സ്ലോ ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്ത് വേറെ ശക്തികുളങ്ങരയുള്ളൊരു ബോട്ടുകാരൻ വന്നടുത്ത്. അപ്പോൾ അയാൾ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ ലാർസ് ശ്രാങ്കേ നിങ്ങൾ 2 പേരേ ഉള്ളെന്ന്. ഞങ്ങൾ 2 പേരേ ഉള്ളടേ, ഞങ്ങളുടെ കടലിൽ ബോട്ടുകാരും വന്നില്ല. ഈ സമയത്ത് അന്തരീക്ഷം ഈ റെപ് സീസൺ സമയത്ത് 2 പേരായിട്ടൊക്കെ പണി. ഞങ്ങൾ ഒരു വലയൊന്ന് വലിച്ച് നോക്കട്ടെ, 2 പേര് മതി ഞങ്ങൾ. ഞാനും എൻ്റെ മോനും അല്ലേ, എൻ്റെ മോനും നല്ല മനസ്സുള്ള, എനിക്കും മനസ്സുണ്ടല്ലോ. ഞങ്ങളൊരു വല അന്ന് ഇന്നത്തെ കണക്കുള്ള വലയ്ക്ക് വലിയ ബെയ്റ്റ് ഒന്നുമുള്ള കാലഘട്ടമല്ല. അപ്പോൾ അതിൻ്റെ ഒരു 2 പേരുടെ അവിടെ കിടന്ന്. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ അവിടെ സ്ലോ ചെയ്ത് കിടന്നു. കുറേ അരമണിക്കൂറോളം 2 ബോട്ടും അവിടെ കിടന്ന്. വേറെ അന്നേരം 3-4 ബോട്ട് വന്ന് ഞങ്ങൾ അപ്പുറം ഇപ്പുറം കിടന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന ബോട്ട് ഞങ്ങളടുത്ത് ചോദിച്ചു, ഞങ്ങളോട്ട് പരിചയമുള്ള കടലിൽ ഫിഷിംഗ് ബോട്ടിൽ പോകുന്ന കൂട്ടത്തിൽ തോനെ ബോട്ടുകൾ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ പരിചയം കാണും. അങ്ങനെയുള്ള പരിചയക്കാരായിരുന്നു അടുത്ത് വന്ന്. നമുക്കറിയാവുന്ന ഏറ്റവും അടുത്തറിയാവുന്ന ആളായിരുന്നു. അവരും ഞങ്ങളുടെ കൂടെ കിടന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എല്ലാം പ്രകൃതി തെളിഞ്ഞപ്പോൾ ഞങ്ങൾ 2 ബോട്ടും കൂടെ പടിഞ്ഞാട്ട് കയറി ബോട്ട് വാക്കായി ഇട്ടും കൊണ്ട് ശ്രാങ്ക് ഇറങ്ങി വന്ന് 2 പേരും കൂടെ വല വാരി വിട്ടു. ആൾ വീലോസിൽ പോയി. ഒന്ന് റോപ്പ് ഇളക്കി വലിക്കുന്നത്, ഒറ്റയ്ക്ക് റോപ്പ് ഇളക്കാം. ഞാൻ റോപ്പ് ഇളക്കി ഒക്കെ വെച്ചു വലിച്ചു. 1 മണിക്കൂർ വലിച്ചു കൊടുന്നപ്പോൾ വല എടുക്കണമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. എടുത്തപ്പോൾ നമുക്ക് ഒരു തൂക്കം മത്സ്യം ഒന്ന് എടുത്തിട്ടു. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞു കൊച്ചപ്പോൾ ഓടിപ്പോണോ, പോകാം മോനെന്ന് പറഞ്ഞു. അതോ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒരു വല കൂടെ നമുക്ക് വലിക്കാം, മോനും ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു വല കൂടെ വലിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്. ഒരു വല കൂടെ ഞങ്ങൾ തിരിച്ചിട്ട് വലിച്ച് ബോട്ട് ഓടി കരയോട്ട് വന്നു. കടലുണ്ടായിരുന്നു അഴിക്കകത്ത്. ബോട്ട് അന്നൊക്കെ ഈ നിരോധനമില്ല, കടലുണ്ട്. ബോട്ട് താരുന്നൊരു സമയമാണ്. ബോട്ട് ഓടി വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ കടലുണ്ടല്ലോ, നീ എന്ത് അമരത്തെങ്ങും ഇരിക്കണ്ട, ഇനി വാ, നീ ബിലോസി എൻ്റെ അടുത്ത് വന്ന് കൊച്ചപ്പൻ്റെ അടുത്ത് നോക്കി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചപ്പൻ ബോട്ട് ഓടിച്ചു. ഞാൻ ധൈര്യം എന്നാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഓടിച്ച് വന്ന് മത്സ്യം അമരം നിറച്ച് കിടന്നത്. പറക്കി മാറ്റാനൊന്നും ഒത്തില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്നുള്ള പറക്കല്ലാണ്. കുറച്ചൊക്കെ പറക്കി ഞാൻ അവിടെ ഇരുന്ന് പറക്കിയപ്പോൾ ഒരു മാരി വന്നു, പൊളിഞ്ഞ് ബോട്ടിനകത്ത് വീണപ്പോഴത്തേക്ക് ഞാൻ അമരത്തിന് എൻ്റെ തലവഴിയായി വീണു. ഞാൻ നനഞ്ഞ് കുളിച്ചു. എൻ്റെ ശരീരത്തിൽ മീൻ്റെ മുള്ളവൊക്കെ കൊണ്ട് ഉടനെ പുള്ളിക്കാരൻ വീലോസിൽ നിന്ന് ഇറങ്ങി ഓടി വരാൻ പറ്റി എന്നെ നോക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട കൊച്ചപ്പോൾ ഞാനുണ്ട്, വീലോസിൽ ബോട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അമരത്ത് ക്യാലസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൽ പിടിച്ചു നിന്നേത്. ഉടനെ മാരിയെ പോയി ബോട്ടിനൊന്നും ആപത്തും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് ബോട്ട് ഓടിച്ചോളാൻ പറഞ്ഞു. ബോട്ട് ഓടി കരച്ചെന്ന് കെട്ടിയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചു, എന്തു നിങ്ങൾ ബാക്കി ബോട്ടിൽ പൂക്കാരെന്ത്, ആരും അറിയുന്നില്ല 2 പേരായിട്ട് ഇങ്ങനെ ഈ സമയത്ത് മത്സ്യബന്ധനത്തിന് പോകുമെന്ന്. അപ്പം ഞങ്ങൾ ചിരിക്കുക, ഞാൻ മൊത്തം നനഞ്ഞ് കുളിച്ചിരിക്കുക. അത് നിങ്ങൾ എൻ്റെ അടുത്ത്. അപ്പം ഞങ്ങളുടെ കടലിൽ പോകാർ ഒരു 3 പേര് അന്നേരം അവിടെ വന്ന്. അവർ ചോദിച്ചു, ഡേയ് ഉരാനെ ബോട്ടിൽ നിങ്ങൾ 2 പേരായിട്ട് പോയി, വേറെ ആരെയും കൊണ്ടുപോയില്ല. അങ്ങനെ അവിടെ കരയെ വന്ന മുതലാളിമാരും മറ്റു മുതലാളിമാരും മീൻ ലേലം ചെയ്യുന്നവരും ഒക്കെ ചോദിച്ചു, നിങ്ങൾ 2 പേരായിട്ടാണ് പോയത് അതോ ബാക്കി ആൾക്കാർ വെള്ളത്തിൽ പോയതാണെന്ന് ചോദിച്ചു. ഇല്ല പോയില്ല, എൻ്റെ കൊച്ചപ്പൻ ഇറങ്ങിയെന്ന് വെച്ച് പറഞ്ഞാൽ ആരും പോയില്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഇന്ന് പോയി വച്ച ഞങ്ങൾക്കൊരു വാശിപ്പുറത്ത് നിങ്ങൾ 2 പേരും കൂടി പോയിച്ച് വന്നത് ഈ കിട്ടിയ മത്സ്യം ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും മത്സ്യവും 2 പേരും കൂടി പിടിച്ച് കയറ്റി കൊണ്ടുവന്നു. ഞങ്ങൾ പിടിച്ച് കയറ്റി കൊണ്ടുവന്ന 2 വല വലിച്ച മത്സ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബോട്ടിൽ പോകാരെല്ലാം അവിടെ കയറി കൊടുത്തൊക്കെ കാശ് മേടിച്ചു. ഉടനെ എൻ്റെ കൊച്ചപ്പൻ പറഞ്ഞു, വാ മോനെ നമുക്ക് പോയൊരു ചായ കുടിക്കാം. ബോട്ടിൽ പോകാരെല്ലാം കരകൂടെ വന്ന് അവർ
പറഞ്ഞ് ഞങ്ങൾ വിറ്റോളാം, നിങ്ങൾ പോയി ചായയൊക്കെ കുടിച്ചോളാം. അത് ബോട്ടിൽ ആഹാരം വെപ്പുള്ള അന്നും ആഹാരം വെപ്പുള്ള കാലഘട്ടമാണ്. ഞങ്ങൾക്ക് രണ്ടുപേരാണ്ട് ആഹാരം വെപ്പും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊന്നും വെച്ചില്ല. രണ്ടുപേരും പട്ടിണി ഇരുന്ന് കര വന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന നേരത്തിന് ബോട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരുന്ന നമ്മുടെ തൊഴിലാളികൾ, ഞങ്ങളുടെ കൂട്ടുതൊഴിലാളികൾ കയറി മത്സ്യങ്ങളൊക്കെ വിറ്റ നേരത്തിന് ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ച് വന്നു സന്തോഷമായിട്ട് പിരിഞ്ഞു. നാഴങ്ങളിൽ അങ്ങനെ നമ്മൾ രണ്ടുപേരായിട്ട് നമ്മൾ പിന്നെയൊക്കെ മത്സ്യബന്ധനം രണ്ടുപേരായിട്ട് പോയാലും ഒരാളുടെ പോയാലും 8 പേരായിട്ട് പോയാലും 10 പേരായിട്ട് പോയാലും ഞാൻ എൻ്റെ ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുണ്യാളൻ്റെ മണ്ണിൽ നിന്ന് പോകുന്ന സമയത്ത് ബോട്ടിൽ പോയാലും ഏതായാലും മനസ്സുകൊണ്ട് എൻ്റെ പുണ്യാള എനിക്കൊരാപത്തും വരുത്തല്ലും, അല്ലെങ്കിൽ എൻ്റെ ഞാൻ പോകുന്ന വാഹനത്തിനും എൻ്റെ കൂടെ വരുന്ന ആളുകൾക്കും, ഞാൻ ശ്രാങ്കാട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാനിവിടെ ഒരു മനുഷ്യനും ബോട്ട് പോകാത്ത സമയത്തൊക്കെ 10-15 ബോട്ട് പോയ സമയത്ത് ഞാനും ശ്രാങ്കാട്ട് സ്വന്തമായിട്ട് ബോട്ട് കടലിനൊക്കെ അന്ന് റോളിങ് നിലവാരമുള്ള കാലഘട്ടം പോകുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് നിന്നേച്ച് സ്റ്റിയറിംഗ് തൊട്ടേച്ച് പള്ളിയിലോട്ട് നോക്കിയേച്ച് അഴിയുടെ അപ്പുറം വന്ന് കിടന്നേച്ച് പള്ളിയിൽ നോക്കിയേച്ച് പുണ്യാള ഞാൻ ഇന്ന് ബോട്ട് കയറി പോകാൻ പോയ എന്നെ എൻ്റെ തൊഴിലാളികളെ ഒരാപത്തും കൂടാതെ പുണ്യാളുടെ മണ്ണിൽ തിരിച്ചു കൊണ്ടെത്തിക്കണേ എന്നും പറഞ്ഞ് ഞാൻ പോയിട്ടുള്ള. അങ്ങനെ ഞാൻ പോയിട്ടുള്ള സമയത്തൊക്കെ ഞാൻ ശ്രാങ്കാട്ട് പോയ സമയത്തൊക്കെ എനിക്ക് ഒരു പുണ്യാളിൻ്റെ സഹായത്താൽ എനിക്കൊരു ആപത്തും പറ്റാതെ ഒരുപാട് ആപത്തുകളിൽ നിന്നൊക്കെ എന്നെ പുണ്യാളനാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യാളിൻ്റെ മണ്ണിൽ നിന്ന് പോയി എനിക്ക് ഒരു ആപത്തും പറ്റാതെ നമ്മളെ ഒരുപാട് ദുരന്തങ്ങളിൽ നിന്നൊക്കെ രണ്ടുപേരായിട്ട് പോയിട്ടുള്ള സമയത്തും അല്ലാതെയൊക്കെ നല്ല കടലും കാറ്റുമൊക്കെ ഉള്ള സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെങ്ങും ഇന്നിപ്പം ബോട്ടിൽ പോകുന്ന ഒരു 90% ശ്രാങ്കന്മാരും ജോലിക്കാരും കടൽ കാണാത്ത കാലഘട്ടത്തിലാണ് ഞാൻ സ്വന്തമായിട്ട് ബോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, ശ്രാങ്കാട്ട് പോയിട്ടുള്ളത്. എന്നൊക്കെ ഈ പറയപ്പെട്ട ആൾക്കാർ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇന്നത്തെ വലിയ ശ്രാങ്കന്മാരൊക്കെ. ആ സമയത്തൊക്കെ ഞാൻ പോയി പുണ്യാളനെ വിളിച്ചുകൊണ്ട് പോയി പുണ്യാളൻ്റെ ആപത്തും കൂടാതെ അന്നത്തെ രീതിയിലുള്ള നമുക്ക് നല്ല രീതിയിൽ പൈസയൊക്കെ കിട്ടി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ കര വന്ന് വീട്ടിൽ വന്ന് സന്തോഷമായിട്ടൊക്കെ ജീവിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വീട്ടിൽ അപ്പനും അമ്മയും മക്കളുമായിട്ടൊക്കെ കൂടുതൽ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിട്ട് നമുക്കൊന്നും നേട്ടം ഉണ്ടാക്കാൻ ഒത്തില്ല എന്നുള്ളത് തന്നെ. പിന്നെ നമ്മുടെ മക്കളെ അതുകൊണ്ട് നമ്മളത്രയും കഷ്ടപ്പെട്ടതിൻ്റെ മക്കളെ ഒന്നും ഞാൻ കടൽ പണിക്ക് വിട്ടിട്ടില്ല. അവരെയൊക്കെ എന്നെക്കൊണ്ട് ഒക്കുന്ന ഒറ്റയ്ക്കെങ്കിലും ഞാൻ എൻ്റെ മക്കളെ ഒക്കുന്നതൊക്കെ പഠിപ്പിച്ച് അവരെ പണിയൊക്കെ പഠിപ്പിച്ച് പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് 3 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 3 പേരും കല്യാണമൊക്കെ കഴിഞ്ഞ് കെട്ടിച്ച് അവരെയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. എന്നിപ്പോൾ എൻ്റെ കൂടെ ഇളയ മകനും രണ്ടാമത്തെ മകനും ഞാനും ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. മൂത്ത മകന് മാത്രമേ ഉള്ളൂ വീടും സ്ഥലമൊക്കെ. കാര്യം ഈ മത്സ്യബന്ധനത്തിന് പോയി എനിക്ക് മക്കൾക്കൊന്നും സമ്പാദിച്ച് കൊടുക്കാനൊന്നും ഒത്തില്ല. കാര്യം പോയി ഇതണക്ക് കിട്ടും. 12 മാസം റോളിങ് നിലത്തിന് മുമ്പ് പോയാലും 12 മാസം പോയാൽ ചിലപ്പം 3-4 മാസം 5 മാസമൊക്കെ തന്നെ എന്തെങ്കിലും നമുക്ക് കൈ നിറയെന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടുവരുമ്പോഴത്തേക്ക് അന്നേരമുള്ള കാര്യങ്ങളും പിന്നെ മറ്റു കാര്യങ്ങളും ചിലപ്പം ഒരു 6 മാസത്തേക്ക് ചിലപ്പോൾ ഒന്നും കിട്ടാതാവും. വീട്ടു ചിലവിന് പോലും കിട്ടാം. ഇപ്പോൾ ആണെങ്കിൽ അതിനെക്കാട്ട് ദുരന്തങ്ങളുള്ള മക്കളെയൊക്കെ കെട്ടിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മക്കളെ നമ്മൾ മത്സ്യത്തൊഴിലാളിയെ കൊണ്ട് മക്കളെ കെട്ടിച്ചപ്പോഴൊന്നും ആരും ലക്ഷങ്ങൾ കാശ് ഒന്നും സ്ത്രീധനമൊന്നും തന്നല്ല മേടിച്ചല്ല കെട്ടിയത്. അതുകൊണ്ട് അവർക്കും അവരുടേതായ ജീവിതങ്ങളൊക്കെ നോക്കി എനിക്ക് എൻ്റെ മക്കളെ കളഞ്ഞുകൊണ്ടിപ്പോൾ സ്വന്തമായിട്ട് ഈ മത്സ്യബന്ധനം നടത്തി ഇന്നും 10 പൈസയും സമ്പാദിക്കാനോ എടുക്കാനോ ഒന്നും ഒക്കാത്ത ഒരു അവസ്ഥയിൽ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.